യെസ്, വെൽക്കം ബാക്ക് ടു ദിശ അക്കാഡമി. മറ്റൊരു പുതിയ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അങ്ങനെ നോട്ടിഫിക്കേഷൻ ഔട്ടായി, ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയി. ഇനി നമ്മുടെ മുന്നിലുള്ളത് അതിതീവ്രതയോടുകൂടി പഠിച്ചൊരുങ്ങേണ്ട 40-50 ദിവസങ്ങൾ മാത്രമാണ്. അപ്പം അത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ ഔട്ട് ചെയ്തിരിക്കുന്നതിൽ വെച്ച് ഇതാണ് ഏറ്റവും വലിയ മൂന്നാമത്തെ വേക്കൻസി ലിസ്റ്റ് എന്ന് പറയുന്നത്. ഏതാണ്ട് 14,000-ലധികം വേക്കൻസീസ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ദാറ്റ്സ് ഇൻഡീഡ് എ ബിഗ് നമ്പർ. അപ്പം ആ ഒഴിവുകളിൽ ഒരെണ്ണം നികത്തുന്നത് അത് ഞാനായിരിക്കും എന്നൊരു വാശി മുൻനിർത്തി പഠിക്കുക. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഓഗസ്റ്റ് മാസം ആരംഭിക്കാനിരിക്കുന്ന CGL എക്സാം അത് നേടുക എന്നതാണ്. അപ്പൊ അതൊരു കിട്ടാക്കനിയൊന്നും അല്ല. ഈ കഴിഞ്ഞ വർഷങ്ങളൊന്ന് വിലയിരുത്തുമ്പോൾ നമുക്ക് ഏറ്റവും വ്യക്തിപരമായിട്ട് പരിചയമുള്ള ആൾക്കാർ വരെ ഏറ്റവും മനോഹരമായി നിഷ്പ്രയാസം ഈ ഒരു CGL ക്രാക്ക് ചെയ്തു പോകുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. അവർക്ക് സാധ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാണ്. നമുക്ക് അടുത്ത വർഷം തന്നെ ഒരു കേന്ദ്ര സർക്കാർ ജോലിക്കാരൻ അല്ലെങ്കിൽ ജോലിക്കാരിയായിട്ട് മാറാൻ സാധിക്കും. ചെയ്യേണ്ടത് ഇത്ര മാത്രം: അവൈലബിൾ ആയിട്ടുള്ള ആ വിലപ്പെട്ട സമയത്തെ കൃത്യമായി ഓർഗനൈസ് ചെയ്ത് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. സമയം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ സമയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഞാൻ ഈ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു ബുക്കിന്റെ ഒരു PDF വേർഷൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, JRR ടോക്കീന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ദ ഫെലോഷിപ്പ് ഓഫ് ദ റിംഗ് എന്ന് പറഞ്ഞൊരു പുസ്തകം. അതൊരു ട്രിലജിയാണ്, 3 ബുക്കുകളുണ്ട്. അപ്പൊ അതിന് ആദ്യത്തെ പുസ്തകമാണിത്. ഒരുപക്ഷെ ഈ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഫാന്റസി ജോൺറയിലെ ഏറ്റവും മികച്ച പുസ്തകങ്ങളുടെ ഒന്നാം നിരയിൽ തന്നെ ഈ ഒരു ട്രിലജി ഉണ്ടാവും. നിങ്ങൾ ഒരുപക്ഷെ ഈ ലോർഡ് ഓഫ് ദി റിംഗ്സ് മൂവി ട്രിലജി കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിന്റെ ഒക്കെ ആധാരം ഈ ഒരു പുസ്തകമാണ്. അപ്പൊ അതിനകത്ത് ചാപ്റ്റർ 2-ല് 51-ാം പേജിൽ ഗാണ്ടാൾഫ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഞാൻ ഇപ്പം വായിച്ചു വെച്ചേ ഉള്ളൂ. അപ്പൊ അതിവിടെ പറയുന്നത് എന്തുകൊണ്ടും പ്രസക്തമാണെന്ന് എനിക്ക് തോന്നി. അപ്പം ആ ഒരു ഡയലോഗ് ഇങ്ങനെയാണ്: all we have to decide is what to do with the time that is given to us. നമ്മൾ ചിന്തിക്കേണ്ടതല്ല, നമ്മൾ തീരുമാനമെടുക്കേണ്ടത് മറ്റൊരു കാര്യത്തിലുമല്ല, മറിച്ച് നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന അല്ലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ സമയം എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെ കുറിച്ചാണ്. അപ്പൊ ആ സമയം വിനിയോഗിക്കാൻ, ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നമ്മൾ ഇന്നത്തെ വീഡിയോയില് നോക്കാൻ പോകുന്നത് SSC CGL-ലെ ഏറ്റവും കൂടുതൽ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്ന വിഷയമായിട്ടുള്ള ഇംഗ്ലീഷ് ഈ പരിമിതമായ ദിവസങ്ങൾക്കുള്ളിൽ എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതാണ്. അപ്പം അതൊരു 50-ഡേ സ്ട്രാറ്റജി ആയിട്ടായിരിക്കും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ പല ലെവലിലുള്ള ആൾക്കാരുണ്ടാകാം അല്ലെ. ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും, ബിഗിനർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും, ഇനി അതൊക്കെ കടന്ന് പ്രോ ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. അപ്പം ഓരോരുത്തരുടെയും ലെവലിന് ഉതകുന്ന രീതിക്കുള്ള സ്ട്രാറ്റജി ആയിരിക്കും ഞാനിവിടെ പുട്ട് ഫോർവേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതുവരെയും തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊരു ധാരണയാകാത്തവര്, അത്തരത്തിലുള്ളൊരു ദിശാബോധം നഷ്ടപ്പെട്ടവർ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. ഓൾ ഓഫ് യുവർ ഡൗട്ട്സ് വിൽ ബി ക്ലിയർഡ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാലോ. യെസ്, അപ്പം ആദ്യമേ നിങ്ങൾ ഒരു പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇംഗ്ലീഷ് ഗെയിം ചേഞ്ചർ ആണ്. ഒരു ഗെയിമിന്റെ തന്നെ ഗതിയെ മാറ്റിമറിക്കുന്ന ഫാക്ടറിനെയാണ് നമ്മൾ ഗെയിം ചേഞ്ചർ എന്ന് പറയാം. അങ്ങനെയാണ് SSC എക്സാംസിന്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ആ ഒരു ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞത് ദ ട്രൂ ഗെയിം ചേഞ്ചർ മറ്റൊന്നുമല്ല, മറ്റൊരു വിഷയവുമല്ല, അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ ആണ്. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിനെ ഗെയിം ചേഞ്ചർ എന്ന് വിളിക്കുന്നത് നമുക്ക് നോക്കാം. യെസ്, അപ്പം CGL എക്സാമിന്റെ കോണ്ടെക്സ്റ്റിൽ സംസാരിക്കുകയാണെങ്കിൽ CGL എക്സാം 2 ഘട്ടങ്ങളിലായിട്ടാണ് നടത്തപ്പെടുന്നത്. 2 ഘട്ടങ്ങളെ നമ്മൾ Tier 1 എന്നും Tier 2 എന്നും വിളിക്കും അല്ലെ. Tier 1-ന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുല്യ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ വിഭാഗങ്ങളിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അത് പ്രകാരം ഇംഗ്ലീഷിൽ നിന്ന് 25 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതം. അങ്ങനെ മൊത്തത്തിൽ എല്ലാ വിഷയങ്ങളിലേതെന്നതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിന്ന് ആകെ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് 50 മാർക്കാണ്. തീർച്ചയായും നെഗറ്റീവ് മാർക്ക് ഉണ്ട്, അത് 0.5 ആണ്. യെസ്, അപ്പം ഇംഗ്ലീഷ് പോലെ വളരെ അനായാസകരമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വിഷയത്തിൽ കെയർലെസ്നെസ് മൂലം നിങ്ങൾ 1-2 മിസ്റ്റേക്ക് വരുത്തി എന്ന് വിചാരിക്കുക, അത് നിങ്ങളുടെ മാർക്കിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഒരാള് 25 ചോദ്യങ്ങളിൽ 22 മനോഹരമായി കറക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം 44. ഇപ്പൊ നിർഭാഗ്യവശാൽ ഒരു പക്ഷേ കെയർലെസ്നെസ് കൊണ്ടാകാം
അല്ലെങ്കിൽ ചോദ്യത്തിൽ സിനോണിം എന്ന് കൊടുത്തത് അദ്ദേഹം വായിച്ചെടുത്തത് ഒരു പക്ഷേ ആന്റണിം എന്നായിരിക്കാം. അപ്പൊ അത്തരത്തിൽ കെയർലെസ്നെസ് മൂലം ഒരു 3 ചോദ്യം തെറ്റിച്ചു. അപ്പം അതിൽ നെഗറ്റീവായിട്ട് വരുന്ന 0.5 ആണല്ലോ. അപ്പൊ മൊത്തത്തില് 1.5. അങ്ങനെ കൂട്ടിയും കിഴിച്ചും അവസാനം അദ്ദേഹത്തിന്റെ സ്കോർ എവിടെ എത്തി? 42.5 എവിടെ നിന്ന്? 50 നിന്ന്. വരുത്തിയത് 3 ചെറിയ മിസ്റ്റേക്കുകളാണ്. പക്ഷെ അത് മാർക്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു കോൺസിക്വൻസ് വളരെ വലുതാണ്. 50 നിന്ന് അവിടെ എത്തി. വളരെ വലിയൊരു വ്യത്യാസം നിങ്ങൾക്ക് അവിടെ കാണാം അല്ലെ. അവസാനം 42.5 എത്തി നിൽക്കുന്നു. പൊതുവെ ഈ Tier 1 കട്ട് ഓഫ് വരുന്നത് അത് യൂഷ്വലി 140+ ആണ്. അപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷനിൽ നിന്ന് മിനിമം ഒരു 35+ സെക്യൂർ ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ എൻഷോർ ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമ്മൾ ഒരു സേഫ് സോണിലാണെന്ന് ധൈര്യപൂർവ്വം പറയാൻ സാധിക്കത്തുള്ളൂ. യെസ്, ഒരു ഗെയിം ചേഞ്ചർ എന്ന് ഇംഗ്ലീഷിനെ വിളിക്കാനുള്ള രണ്ടാമത്തെ കാരണം ദി ഡിസൈഡിങ് സെക്ഷൻ ഫോർ മെറിറ്റ്. നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് തീരുമാനിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് ഒരു പക്ഷേ ഇംഗ്ലീഷിന് തന്നെയായിരിക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ Tier 2 പാറ്റേൺ നമ്മൾ അറിഞ്ഞിരിക്കണം. Tier 1 നിന്ന് വിഭിന്നമായി Tier 2 വരുമ്പോൾ ഏറ്റവും വലിയ വ്യത്യാസം അത് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലാണ്. ഇവിടെ അങ്ങനെ ഈവൻലി അല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ നിന്ന് എത്ര ചോദ്യങ്ങളാണ്? പലപ്പോഴും ഒരുപക്ഷെ ഞാൻ ഈ ചോദ്യം ക്ലാസ്സുകളിൽ പോയി ചോദിക്കുമ്പോൾ ചിലർ പറയും 15, ചിലർ പറയും 20, ചിലർ 10 താഴ്ത്തി കെട്ടാറുണ്ട്. പക്ഷേ 45 ചോദ്യങ്ങളാണ് ഏത് ഒറ്റ ഒരു വിഷയത്തിൽ, അതായത് ഇംഗ്ലീഷിൽ നിന്ന് തന്നെ വരുന്നത്. ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതം. അങ്ങനെ മൊത്തത്തിൽ 45 × 3 എത്രയാടാ? 135 മാർക്ക്. നോക്കൂ, 2 വിഷയങ്ങൾ കൂടിയിട്ടുള്ള മാർക്കല്ല ഞാൻ പറയുന്നത്. ഒറ്റ വിഷയത്തിൽ നിന്ന് തന്നെ CGL Tier 2 നിന്ന് എത്ര വരുന്നുണ്ട്? 135 മാർക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കൂടുതൽ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വിഷയമാണ്. നമ്മളൊക്കെ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ പ്രാധാന്യം കൽപ്പിക്കുന്ന മാത്സിൽ നിന്ന് എത്ര ചോദ്യമാണ്? 30 ചോദ്യങ്ങൾ. 30 × 3 എത്രയാ? 90 മാർക്ക്. ഇതേ 90 മാർക്ക് തന്നെയാണ് എവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്? റീസണിങ്ങിൽ നിന്നുള്ളത്. GK 25 ചോദ്യങ്ങളുണ്ട്, 3 മാർക്ക് വീതം തന്നെ. പക്ഷെ അപ്പോഴും തലയെടുപ്പോടെ നിൽക്കുന്നത് എന്താണ്? ഇംഗ്ലീഷ് തന്നെയാണ്. ഇനി നിങ്ങൾ QL അല്ലെ ക്വാണ്ടിലൊക്കെ ഇച്ചിരി വീക്ക് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കട്ടെ, കുഴപ്പമില്ല. ഇംഗ്ലീഷ് വിൽ സേവ് യു. നിങ്ങൾക്ക് നല്ല വൊക്കാബുലറി അല്ലെങ്കിൽ നല്ല പദസമ്പത്ത്, ഗ്രാമർ നിയമങ്ങളുടെ കൃത്യമായ അറിവുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഇസ് ഗോയിങ് ടു സേവ് യു എന്ന് മനസ്സിലാക്കുക. പൊതുവെ ഈ 135 ഒരു 120+ ഒക്കെ സെക്യൂർ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും അവരുടെ സ്ഥാനം ടോപ്പ് പെർസെന്റൈലിൽ തന്നെ ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ എന്താണ് ഇംഗ്ലീഷിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്? ഗ്രാമർ ടെസ്റ്റ് ചെയ്യും. അതുപോലെ കോംപ്രഹെൻഷൻ, ഒരു കാര്യം അല്ലെ ഒരു പാസേജ് വായിച്ച് മനസ്സിലാക്കി അതിന്റെ കോണ്ടെക്സ്റ്റും അർത്ഥവും മനസ്സിലാക്കി ഉത്തരം നൽകാൻ സാധിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് അത് കോംപ്രഹെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. അതുപോലെ പദസമ്പത്ത്, ആ പദസമ്പത്തിൽ വാക്കുകളുണ്ട്, അതുപോലെ ശൈലികളുണ്ട്, ഫ്രേസൽ വെർബുകളുണ്ട്. അപ്പം പദസമ്പത്ത് എത്രത്തോളം സ്ട്രോങ് ആണെന്നും ടെസ്റ്റ് ചെയ്യപ്പെടും. പിന്നെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ലോജിക്കാണ്. ഒരുപക്ഷെ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ ചില ചോദ്യങ്ങൾക്കൊക്കെയും കൊടുത്തിരിക്കുന്ന എല്ലാ ഉത്തരങ്ങളും ഗ്രാമാറ്റിക്കലി ശരിയായിരിക്കും. ABCD എല്ലാ ഓപ്ഷൻസും വെച്ചാൽ ഗ്രാമാറ്റിക്കലി ശരിയായിരിക്കും, പക്ഷെ ലോജിക്കലി ശരിയാവുമോ? ഇല്ല. അപ്പം ഇംഗ്ലീഷിലെ ഉത്തരങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? അത് കോണ്ടെക്സ്ച്വലി, ലോജിക്കലി, ഗ്രാമാറ്റിക്കലി ശരിയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പിച്ചതിന് മാത്രം അത് ഉത്തരമായിട്ട് തിരഞ്ഞെടുക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഈ നമ്മുടെ ക്ലോസ് ടെസ്റ്റ്, പാരാജമ്പിൾസ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ടൈപ്സിൽ പ്രധാനമായിട്ടും ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ലോജിക് ആണ് എന്ന് മനസ്സിലാക്കുക. ഗ്രാമാറ്റിക്കൽ ആക്യുറസി അല്ല. ഓക്കെ, യെസ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ടൈം എഫിഷ്യന്റ് ആണ്. എന്ത്? മാസ്റ്റർ ചെയ്താൽ, ഇംഗ്ലീഷ് കൃത്യമായിട്ട് മാസ്റ്റർ ചെയ്താൽ ഭയങ്കര ടൈം എഫിഷ്യന്റ് ആണ്. ഇത്രയും ടൈം സേവ് ചെയ്തിരുന്ന മറ്റൊരു വിഷയം ഇല്ല. നന്നായിട്ട് നല്ല അറിവുണ്ടെങ്കിൽ, ഗ്രാമർ നിയമങ്ങളെ കുറിച്ച് നല്ല അവബോധവും സ്ട്രോങ് വൊക്കാബുലറിയും ഉണ്ടെങ്കിൽ ഒരു 8-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഇംഗ്ലീഷ് സെക്ഷൻ പൂർണ്ണമായിട്ട്, ഇപ്പോൾ Tier 1 കാര്യം പറയുകയാണെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് ഒരു 8 മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കാൻ സാധിക്കും, നന്നായിട്ട് മാസ്റ്റർ ചെയ്താൽ. യെസ്. അപ്പൊ നല്ല പരിചയമുള്ള ആൾക്കാർക്ക് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ അറിയാം. അപ്പം ഒരു ചോദ്യം ഇപ്പോൾ എറർ സ്പോട്ടിങ് കാണുമ്പോൾ തന്നെ ഇത് ആ രീതിയിൽ തന്നെ ആയിരിക്കും, ഈ കോൺസെപ്റ്റ് ആയിരിക്കും ഇതിന് പിന്നിൽ എന്ന് മനസ്സിൽ ഉദിച്ച് അതിനനുസരിച്ച്
അതിന്റെ എറർ പാർട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ മാത്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാൽക്കുലേഷൻ ടേക്സ് എ ലോട്ട് ഓഫ് ടൈം അല്ലെ, ഒരുപാട് സമയമെടുക്കും. പക്ഷെ ഇംഗ്ലീഷിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ അറിവും അതുപോലെ തന്നെ നമ്മുടെ ലോജിക്കുമാണ്. ഈ രണ്ട് മേഖലകൾ നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ പിന്നെ ഈ ഒരു ഇംഗ്ലീഷിനെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോ എന്തൊക്കെ തരം ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്? യെസ്, ആ ചോദ്യങ്ങളുടെ ടൈപ്പാണ് എറർ സ്പോട്ടിങ്. ഒരു ചോദ്യത്തെ 4ആയിട്ട് ഭാഗിച്ചിട്ടുണ്ടാകും, ABCD എന്നങ്ങനെ. അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എറർ പാർട്ട് മാത്രമാണ്, നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സെന്റൻസ്, ആ സെന്റൻസിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ബ്ലാങ്ക് ആയിരിക്കും. നമ്മൾ 4 ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരെണ്ണം എടുത്ത് അവിടെ പ്ലേസ് ചെയ്യുക, അത് മാത്രം ചെയ്താൽ മതി. സെന്റൻസ് ഇംപ്രൂവ്മെന്റും ഫ്രേസ് റീപ്ലേസ്മെന്റും ഒരുപോലെ തന്നെയാണ്. ഭാഗികമായിട്ടുള്ള ഒരു സെന്റൻസ് തരും, അല്ലെങ്കിൽ തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അടിവരയിട്ടിട്ട് ഒരു പക്ഷേ ഒരു ഭാഗികമായിട്ട് മാത്രം ശരി അല്ലെങ്കിൽ തെറ്റായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? അത് കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ പറഞ്ഞ ABCD ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. യെസ്, ഇത് വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. സിനോണിം, ഏതെങ്കിലും വാക്കിന്റെ പര്യായ പദം അല്ലെങ്കിൽ വിപരീത പദം ചോദിക്കും. ആന്റണിം. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, നമുക്കൊരു വാക്യം തരും, ആ വാക്യത്തെ ഒറ്റ വാക്കിൽ ചുരുക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. 4 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, മലയാളത്തിലെ ചൊല്ലുകൾ പോലെ തന്നെ ഇംഗ്ലീഷിലും ഒട്ടനവധി സുന്ദരമായിട്ടുള്ള ചൊല്ലുകളുണ്ട്. ആ ചൊല്ലുകളുടെ അർത്ഥങ്ങൾ ചോദിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ ഇവിടുന്ന് വരുന്ന ചോദ്യങ്ങൾ. സ്പെല്ലിംഗ് കറക്ഷൻ ഉണ്ടാവും. ഒരുപക്ഷെ തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു കൂട്ടം വാക്കുകൾ തന്നിട്ട് ഇതിൽ ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് ഫോളോ ചെയ്യുന്ന വാക്ക് ഏതാണെന്ന് ചോദിക്കുന്നതായിരിക്കും. വേർഡ് യൂസേജ് ഇൻ കോണ്ടെക്സ്റ്റ്, ഒരു വാക്കിനെ ഒരു സെന്റൻസിന്റെ ഭാഗമായിട്ട് തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി അതിന്റെ മീനിങ് അല്ലെങ്കിൽ ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മുടെ ലോജിക്ക് ടെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കോംപ്രഹെൻഷൻ പവർ ടെസ്റ്റ് ചെയ്യുന്ന ചോദ്യ രൂപങ്ങളാണ്. റീഡിംഗ് കോംപ്രഹെൻഷൻ, ഒരു പാസേജ് തരും, കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും, കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. യെസ്, അപ്പൊ ആദ്യം ഓവറോൾ എന്ന ആ ഒരു പാസേജിന്റെ തീമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ. യെസ്, ക്ലോസ് ടെസ്റ്റ് ഇതേപോലെ തന്നെ ഒരു പാരഗ്രാഫ് തരും. പക്ഷെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ മിക്കവാറും ഒരു 5 ഇടങ്ങളിൽ ബ്ലാങ്ക് സ്പേസ് ആയിരിക്കും. ഓരോ ബ്ലാങ്കിനും 4 ഓപ്ഷൻസ് ഉണ്ടാവും, കൃത്യമായിട്ട് ചൂസ് ചെയ്ത് എഴുതുക. പാരാജമ്പിൾസ് ഇൻകറക്റ്റ് ഓർഡറിൽ അല്ലെങ്കിൽ ഓർഡർ തെറ്റിച്ച ഒരു സംഭവമോ ആർട്ടിക്കിളിന്റെ ഒരു ഭാഗമോ തരും. നമ്മൾ കറക്റ്റ് ഓർഡർ വരുത്തുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്ന് മാത്രമാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ നമ്മൾ പഠിച്ചു ഇതൊക്കെയാണ് ചോദ്യങ്ങളുടെ ടൈപ്പ് അല്ലെ. ഇനി ഈ ചോദ്യ ടൈപ്പുകളെ നേരിടാൻ ഞാൻ എന്തു പഠിക്കണം? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ ഗൂഗിളിലൊക്കെ SSCയുടെ ഇംഗ്ലീഷ് സിലബസ് തിരഞ്ഞാൽ വളരെ അവ്യക്തമായിരിക്കും. അതായത് ഈ ചോദ്യ ടൈപ്പുകൾ തന്നെയാണ് ഈ സിലബസിന്റെ ഭാഗമായിട്ട് തരുന്നത്. എന്താണ് കൃത്യമായിട്ട് പഠിക്കേണ്ടതെന്ന് എവിടെയും ഏത് വെബ്സൈറ്റിലും ഒരുപക്ഷെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇതാണ് അതിന്റെ കറക്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞത്. യെസ്, നൗണ്, പ്രോനൗൺ, അഡ്ജക്റ്റീവ്സ്, വേർബ്സ്, ആഡ്വേർബ്സ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻസ്, ഇന്റർജെക്ഷൻ അത്ര വലിയ പ്രാധാന്യമില്ല. യെസ്, അപ്പം ഈ ഒരു 7ഓളം ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇംഗ്ലീഷിന്റെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് വിളിക്കുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച്, ക്ലിയർ? യെസ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ തറ എന്ന് വിളിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മൈനറും മേജറുമായിട്ടുള്ള ധാരാളം നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളിൽ നിങ്ങൾ വെൽ വേഴ്സ്ഡ് ആണെങ്കിൽ എറർ സ്പോട്ടിംഗ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഇതുപോലെ വളരെ കോമൺ ആയിട്ടുള്ള ചോദ്യ ടൈപ്പുകൾ നിഷ്പ്രയാസം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുഞ്ഞു കുഞ്ഞു നിയമങ്ങൾ കൃത്യതയോടെ പഠിച്ചു വെച്ചാൽ. ഇനി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, കോൺകോഡ് കേൾക്കുമ്പോൾ വാവൊളിച്ചിരിക്കേണ്ട നമ്മുടെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഇല്ലേ, അത് തന്നെയാണ് കേട്ടോ. യെസ്,
ടെൻസസ് 12ഓളം ടെൻസുകൾ ഉണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള ആക്റ്റീവ് ആൻഡ് പാസീവ് സ്ട്രക്ചേഴ്സ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. സെന്റൻസ് സ്ട്രക്ചർ നമുക്കറിയാം, സ്ട്രക്ചറിനനുസരിച്ച് സിമ്പിൾ എന്നും കോംപ്ലക്സ് എന്നും കോമ്പൗണ്ട് എന്നും സെന്റൻസുകളെ തരംതിരിക്കാറുണ്ട്. അപ്പൊ അതിന്റെ പ്രത്യേകതകളും ഗ്രാമാറ്റിക്കൽ റെലവൻസും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. മോഡൽസ് ആൻഡ് ഓക്സിലറീസ് വേർബ്സിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. പിന്നെ അവിടെ എക്സ്ട്രാ സെമി മോഡൽസ് കൂടി വരുന്നുണ്ട്, അതുകൊണ്ട് സെപ്പറേറ്റ് കൊടുത്തു എന്ന് മാത്രം കേട്ടോ, സെമി മോഡൽസ്. അപ്പൊ ഇതിന്റെ ഉപയോഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. വോയിസ്, ഒരു കാര്യത്തെ നേരായിട്ട് പറയുന്നതും തലതിരിച്ച് പറയുന്നതിനെയാണ് വോയിസ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഒന്നുമില്ല, നമ്മുടെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. അപ്പൊ അതിന്റെ സ്ട്രക്ചേഴ്സ് കൃത്യമായിട്ട് പഠിക്കണം. ഈ ടെൻസിന്റെ കൂടെ തന്നെ നമുക്ക് ഇതും പഠിച്ചു പോകാം, ഇതും പഠിച്ചു പോകാം. നെറേഷൻ മറ്റൊന്നുമല്ല, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ഒക്കെ നമുക്ക് വിളിക്കുന്ന ആ ഒരു ഭാഗമാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഈ Tier 2-ലൊക്കെ ധാരാളം കടന്നു വരുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ക്വസ്റ്റ്യൻ ടാഗ് അത്ര വലിയ പ്രാധാന്യമുള്ളതല്ല, ഒരുപാട് ചോദ്യങ്ങളൊന്നും വരാറില്ല എങ്കിൽ പോലും ഒന്നോ രണ്ടെണ്ണോ ഒക്കെ വളരെ റയറായിട്ടെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അത്ര അഡ്വാൻസ്ഡ് അല്ല എന്നാൽ ബിഗിനറും അല്ലാത്ത ചില ആൾക്കാരുണ്ട്, അവരെ നമ്മൾ എന്ത് വിളിക്കും? ഇന്റർമീഡിയറ്റ് എന്ന് വിളിക്കും. അപ്പൊ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും മിസ്റ്റേക്ക് വരുത്തുന്നതാണ് ഈ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നതിൽ. അതുപോലെ ഈഫ് ക്ലോസസ് അഥവാ കണ്ടീഷണൽ ക്ലോസസ്. ഇത് കണ്ടീഷണൽ ക്ലോസസ് തന്നെ പല ടൈപ്സ് ഉണ്ട്. ഓരോ ടൈപ്പിന് കൃത്യമായിട്ടുള്ള സ്ട്രക്ചറും ഉപയോഗവും ഉണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കുക. ഇൻവേർഷൻ അഥവാ വെർബ് സബ്ജക്റ്റിന് മുന്നേ വരുന്ന പ്രതിഭാസം. ഒന്നുമില്ല, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല ഇംഗ്ലീഷിൽ. എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? ഓക്സിലറിനെ പിടിച്ച് സബ്ജക്റ്റിന്റെ മുന്നിലിടും അല്ലെ, അതിനെ തന്നെയാണ് ഇൻവേർഷൻ എന്ന് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും അതുപോലെ നെഗറ്റീവ് വേർഡ്സ് ഒക്കെ ഒരു സെന്റൻസിൽ വരുന്ന സന്ദർഭങ്ങളിലൊക്കെയാണ് ഇൻവേർഷൻ യൂസ് ചെയ്യുക. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒന്നുമില്ല, ഇതിന്റെ ഒക്കെ ഒരു ബേസ് അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ പണി കഴിപ്പിച്ചങ്ങ് പോകാം നമ്മുടെ ഇംഗ്ലീഷ്. ഓക്കെ, യെസ്. അപ്പോ ചോദ്യ ടൈപ്പുകൾ ഞാൻ പരിചയപ്പെട്ടു, എന്താണ് പഠിക്കേണ്ടതെന്നും എനിക്ക് മനസ്സിലായി. ഇനി എൻ്റെ മുന്നിൽ ബാക്കി നിൽക്കുന്ന ഒരു ചോദ്യം, ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ എങ്ങനെ ഇത് മാസ്റ്റർ ചെയ്യും? അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതും ലെവൽ വൈസ് സ്ട്രാറ്റജി ആയിരിക്കും. നിങ്ങൾ ഒരുപക്ഷെ ഒരു ബിഗിനർ ആയിരിക്കാം, ഇന്റർമീഡിയറ്റ് ആയിരിക്കാം, ഇത് അല്ലെങ്കിൽ ഒരു പ്രോ അല്ലെങ്കിൽ അഡ്വാൻസ് ലെവൽ ആയിരിക്കാം. അപ്പം ഓരോ ലെവലിനനുസരിച്ചും നിങ്ങൾ എന്താണ് ഇനി വരുന്ന ഈ ഒരു 50 ദിവസം ചെയ്യേണ്ടത്? ഒരു 50-day പ്ലാൻ ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പുട്ട് ഫോർവേഡ് ചെയ്യാൻ പോകുന്നത്. 50 ദിവസം എന്ത് ചെയ്യണം ഒരു ബിഗിനർ എന്ന രീതിയിൽ, അല്ല ഒരു ഇന്റർമീഡിയറ്റ് എന്ന രീതിയിൽ. അപ്പം സ്വാഭാവികമായിട്ടും ഒരു ചിന്ത നമ്മളെ അലട്ടും, എങ്ങനെയാണ് ഞാനൊരു ബിഗിനർ ആണോ ഇന്റർമീഡിയറ്റ് ആണോ പ്രോ ആണോ എന്നെങ്ങനെ തിരിച്ചറിയുക എന്നല്ലേ? യെസ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, മോക്ക് ടെസ്റ്റ് എടുക്കുക. അപ്പം സെക്ഷണൽ മോക്ക് ടെസ്റ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ അത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പം ആ മോക്ക് ടെസ്റ്റുകളിൽ ഒരു 4-5 എടുത്തിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഏത് റേഞ്ചിൽ 7 മുതൽ 10 വരെയാണോ അല്ലെങ്കിൽ 17 വരെ പോകുന്നുണ്ട്, ഏത് റേഞ്ചിലാണ് എൻ്റെ സ്കോർ നിലനിൽക്കുന്നതെന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക. എങ്കിൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ബിഗിനർ ആണോ ഇന്റർമീഡിയറ്റ് ആണോ പ്രോ ആണോ. യെസ്. അപ്പം നമുക്കത് പരിശോധിച്ചാലോ? അത് പരിശോധിക്കുന്നതിന് മുന്നേ ദിശ അക്കാഡമിയുടെ ഭാഗത്ത് നിന്ന് ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കട്ടെ. ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഏറ്റവും ഫലപ്രദമായിട്ട് CGL-ന് വേണ്ടി പഠിച്ചൊരുങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദിശ അക്കാഡമി ഒരു ക്രാഷ് കോഴ്സ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പം ഈ ഒരു പരിമിതമായ ദിവസങ്ങൾക്കുള്ളിൽ ഏറ്റവും ബെസ്റ്റ് PYQ സീരീസിന്റെ അകമ്പടിയോടുകൂടി സിലബസ് ടൈലേർഡ് ആയിട്ട് ലൈവ് ക്ലാസ്സുകളിലൂടെ ഈ ഒരു ക്രാഷ് കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. യെസ്. അപ്പം ഇപ്പൊ പർച്ചേസ് ചെയ്യാണ് കേവലം 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം, നിങ്ങൾക്ക് അത് എൻറോൾ ചെയ്യാം, പഠനം തുടങ്ങാം. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഗംഭീരമാകട്ടെ, മനോഹരമാകട്ടെ. ദിശ അക്കാഡമിയുടെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. യെസ്. അപ്പം ഈ ഒരു കോഴ്സ് എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക, വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. യെസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് തിരികെ പോകാം. യെസ്. ഒരു ബിഗിനർ ആണോ എന്ന് എങ്ങനെ പരിശോധിക്കും? നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട്, അതായത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഗ്രാമർ ടോപ്പിക്സ്, ഇപ്പൊ ടെൻസസ്, ആർട്ടിക്കിൾസ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് ഇംഗ്ലീഷിലെ. അതിൽ പോലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ചോദ്യങ്ങളിൽ ഇപ്പം വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളിൽ പോലും
നിങ്ങൾക്ക് ഭൂരിഭാഗം വാക്കുകളും അറിയില്ല, അല്ലെങ്കിൽ ഇത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ കോംപ്രഹെൻഷൻ അല്ലെങ്കിൽ ക്ലോസ് ടെസ്റ്റ് പോലുള്ള ചോദ്യങ്ങൾ തീരെ മനസ്സിലാകുന്നില്ല, വായിക്കാൻ പോലും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാണ്, നിങ്ങളുടെ മാർക്ക് 6 മുതൽ 8 വരെ അതിന് മുകളിലേക്ക് പോകുന്നില്ല, എപ്പോഴും നിങ്ങളുടെ മാർക്ക് ഒരു 6-ന് താഴെയാണെങ്കിൽ നിങ്ങൾ ഒരു ബിഗിനറാണ്, നിങ്ങളൊരു തുടക്കക്കാരൻ എന്ന രീതിയിൽ നിങ്ങൾ അങ്ങ് പരിഗണിച്ചോളൂ. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. എപ്പോ എൻ്റെ സ്കോർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോർ 6-നോ 8-നോ മുകളിൽ പോകുന്നില്ല, അതിന് താഴെയാണ് എല്ലാ മോക്ക് ടെസ്റ്റിലും കിട്ടുന്നതെങ്കിൽ. അപ്പം മനസ്സിലാക്കുക, നിങ്ങൾ ഒരു പടി കൂടി എക്സ്ട്രാ അധ്വാനിക്കേണ്ടതായിട്ടുണ്ട്. യെസ്. ഇനി ഒരു ഇന്റർമീഡിയറ്റുകാരൻ എങ്ങനെ മനസ്സിലാക്കുന്നറിയോ? ഇന്റർമീഡിയറ്റുകാരൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ അത്യാവശ്യം ഗ്രാമർ നിയമങ്ങളൊക്കെ അറിയാം, പക്ഷേ അവനെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അത് കൺഫ്യൂഷനാണ്. ഇതാണോ അല്ലെങ്കിൽ അതാണോ തുടങ്ങിയ കൺഫ്യൂഷൻ. ഇതൊക്കെ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, നിയമങ്ങളൊക്കെ എഴുതിയെടുത്ത് തന്നെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ കൃത്യതയോടെ പ്രയോഗിക്കാൻ അറിയില്ല. അവൻ വരുത്തുന്ന മിസ്റ്റേക്സ് അറിവില്ലാത്തത് കൊണ്ടല്ല, അറിവിന്റെ പൂർണ്ണത ഇല്ലാത്തത് കൊണ്ടാണ്. അത് കൺഫ്യൂഷനിൽ നിന്ന്, കെയർലെസ്നെസ്സിൽ നിന്നൊക്കെ വരുന്ന മിസ്റ്റേക്സ് ആണ്. അതുപോലെ ഈ വൊക്കാബുലറിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വേർഡ്സ് അറിയാം, ഏകദേശം ഒരു 10-70% വേർഡ്സ് നന്നായിട്ട് അറിയാം, പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ശൈലികൾ, ഫ്രേസസ് ഇവയൊക്കെ ചോദിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കി നിന്ന് പോവുകയാണ്, അതായത് കിട്ടുന്നില്ല. യെസ്, കോംപ്രഹെൻഷൻ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഒരുപാട് സമയം എടുക്കുന്നു. നമുക്ക് ജീവിതത്തിലും എക്സാമിലും ആരും നമുക്ക് ഫ്രീ ആയിട്ട് തരാത്തൊരു സാധനമാണെന്ത്? സമയം എന്ന് പറയുന്നത്. യെസ്, ഇപ്പൊ നിങ്ങളുടെ സ്കോർ ഒരു 10 മുതൽ 17 വരെയാണ്, ആ റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ, യെസ്, ഇപ്പം 25 ഞാൻ ഒരു ചോദ്യത്തിന് 1 മാർക്ക് എന്ന രീതിയിൽ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ കേട്ടോ. ആക്ച്വൽ എക്സാമിന് 2 മാർക്കാണ്, ഇവിടെ 1 മാർക്ക് എന്ന രീതിയിൽ പരിഗണിച്ചപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു 10 മുതൽ 17 വരെ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇന്റർമീഡിയറ്റ് ലെവലുകാരനാണ്. യെസ്, അപ്പോൾ ആരാണ് ഈ പ്രോ ആയിട്ട് നിൽക്കുന്ന? പ്രോ അഡ്വാൻസ് ലെവലിൽ. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രാമർ നിയമങ്ങളിലും അത്യാവശ്യം അറിയുകയും അതുപോലെ എറർ സ്പോട്ടിംഗ് ഒക്കെ വന്നാൽ ഇപ്പം വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു പാറ്റേണും എറർ വരാൻ സാധ്യതയുള്ള ആ ഒരു കോൺസെപ്റ്റും ആ ഒരു ഭാഗവും കൃത്യമായിട്ട് സെക്കൻഡുകൾക്കകം സ്പോട്ട് ചെയ്യാൻ നിങ്ങളുടെ ബ്രെയിന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കഴിവാണ്. അതുപോലെ നല്ല വൊക്കാബുലറി, അതിൽ തന്നെ പദങ്ങളും ശൈലികളും ഒക്കെ അടങ്ങി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൊക്കാബുലറി നിങ്ങൾക്കുണ്ട് അല്ലെ. കോംപ്രഹെൻഷൻ വളരെ കൃത്യമായ ആക്യുറസിയോടെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ സ്കോർ ഒരു 21-ലധികം അല്ലെങ്കിൽ 25 ചോദ്യം കിട്ടി നിങ്ങൾക്ക് 21-ലധികം ചോദ്യങ്ങൾ ശരിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ എന്ത് വിളിക്കാം? ഒരു അഡ്വാൻസ് അല്ലെങ്കിൽ പ്രോ എന്ന് നിങ്ങൾക്ക് തന്നെ വിളിക്കാം സ്വയം. ഒരു 22 തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട്, ഏതോ ഒന്നിൽ 21 കിട്ടിയെന്നല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിന് താഴെ പോകുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. ഇനി നമുക്ക് ഓരോരുത്തരും ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജിയെ കുറിച്ച് ഒന്ന് പരാമർശിച്ചു പോകാം. യെസ്, ഇപ്പൊ ഞാൻ ആദ്യം ഒരു 50 ഡേ പ്ലാൻ ആയിട്ടാണ് വരുന്നത്. ഒരു 50 ദിവസമാണല്ലോ ഇനി എക്സാം നമ്മളെ സംബന്ധിച്ചുള്ളത്. യെസ്, ആ 50 ദിവസങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നതാണ് ഓരോ ലെവലിനനുസരിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. യെസ്, ബിഗിനർ ലെവൽ, ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ ഈ 50 ദിവസങ്ങൾ ഇംഗ്ലീഷിന് വേണ്ടി എങ്ങനെ നിങ്ങൾ വിനിയോഗിക്കണം. 1 മുതൽ 20 വരെയുള്ള ആ ദിവസങ്ങൾ നമ്മൾ എന്താണ്? തറ പണിയാനുള്ള ദിവസങ്ങളാണ്. നമുക്കതിന്റെ ഫൗണ്ടേഷൻ ഫേസ് എന്ന് വിളിക്കും. കാരണം ഒരു ബിഗിനർക്ക് ഇല്ലാത്തത് എന്താണ്? ഫൗണ്ടേഷനാണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഫൗണ്ടേഷൻ ബിൽഡിങ്ങിലാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഓരോ ദിവസവും ഓരോ ടോപ്പിക് എന്ന രീതിയിൽ ഗ്രാമർ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ എന്താണ് പറയുക, ടെക്സ്റ്റ് ബുക്സ് അവൈലബിൾ ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഗ്രാമർ ഫോക്കസ് ആയിട്ട് ഏതെങ്കിലും ടോപ്പിക്സ്, എനിക്ക് തോന്നുന്നു കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകൾ, പാർട്സ് ഓഫ് സ്പീച്ച് തന്നെ നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വർബ്, പ്രൊപ്പോസിഷൻ, കൺജങ്ഷൻ അങ്ങനെ പോകുന്നുണ്ട്. അപ്പം അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക, അത് സ്പോട്ട് ചെയ്യാൻ മനസ്സിലാക്കുക. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുഞ്ഞു കുഞ്ഞു നിയമങ്ങൾ, അത് സെന്റൻസിൽ വരുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്, അതൊക്കെ പഠിച്ചാൽ മതി, വളരെ എളുപ്പമാണ്. പിന്നെ കുറച്ച് കട്ടിയുള്ള സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്,
വോയിസ്, നെറേഷൻ, അങ്ങനെ ഓരോ ടോപ്പിക്ക് ഓരോ ദിവസം എന്ന രീതിയിൽ പോവാം. അതേപോലെ വൊക്കാബുലറി പഠിക്കുമ്പോൾ മിക്കവാറും എല്ലാവരും ബ്ലാക്ക് ബുക്ക് ആയിരിക്കും അല്ലേ? അപ്പം ബ്ലാക്ക് ബുക്ക് പോലെയുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഹൈ ഫ്രീക്വൻസി വേർഡ്സ് ആണ്. ചുമ്മാ വാക്കുകൾ പഠിക്കുന്നതല്ല, മറിച്ച് മുൻപുള്ള മുൻവർഷ എക്സാമുകളിലൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു 8 വാക്കുകളെങ്കിലും പഠിക്കുക. 4 ഇഡിയംസും 4 ശൈലികളും 8 വാക്കുകളെങ്കിലും മാക്സിമം പഠിച്ചിരിക്കുക കേട്ടോ. യെസ്, അതും ഡെയിലി. നിങ്ങളൊരു ചുമ്മാ ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ബുക്ക് എടുക്കുക, ആ ബുക്കിൽ കൃത്യമായിട്ട് വാക്കുകൾ എഴുതുക. റീഡിങ്, ഒരു കോംപ്രഹെൻഷൻ പാസേജ് എല്ലാ ദിവസവും വായിക്കുക. ചിലപ്പോൾ ആദ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നുണ്ടാവില്ല, പോട്ടെ, അങ്ങനെ തന്നെയാണ് അല്ലേ? പിച്ച വെച്ച് വീണ് തന്നെയാണ് നമ്മൾ പിച്ച വെക്കുന്നത്. ഓക്കെ, യെസ്. പിന്നെ ടോപ്പിക് വൈസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു 10 എറർ സ്പോട്ടിങ്, പിന്നെ ഒരു 10 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇതൊക്കെ കിട്ടൂന്നേ. ഇതെവിടെ കിട്ടൂന്നൊക്കെ ചോദിക്കുന്നവരോട് നിങ്ങളൊന്നുമില്ല, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ഇൻ SSC എക്സാംസ് എന്നൊക്കെ ഒന്ന് സെർച്ച് ബാറിൽ കൊടുത്താൽ ഇഷ്ടംപോലെ റിസൾട്ട്സ് ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്ന പ്ലാറ്റ്ഫോംസ് ഒക്കെ നിരവധി ഉണ്ട്. യെസ്, ഓക്കെ, യെസ്. അപ്പൊ അടുത്തൊരു ഘട്ടം 21 മുതൽ 35 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ച ഗ്രാമർ ടോപ്പിക്സ് റീവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതും എറർ സ്പോട്ടിങ്, അതേപോലെ സെന്റൻസ് ഇംപ്രൂവ്മെന്റ് പോലുള്ള ചോദ്യ ടൈപ്പുകൾ ശീലിക്കുന്നതിനോടൊപ്പം തന്നെ അതുപോലെ പതിയെ ഈ ഒരു 21 മുതൽ 35 വരെയുള്ള ആ ഒരു ഫേസിൽ ഏതിലേക്ക് കിടക്കണം? ക്ലോസ് ടെസ്റ്റ്, വോയിസ്, നെറേഷൻ, ഒരു 2-3 ക്വസ്റ്റ്യൻസ് വെച്ച് ഡെയിലി ചെയ്യുക. ഓക്കെ, ഞാൻ ക്ലോസ് ടെസ്റ്റിന്റെ കാര്യം കേട്ടോ പറഞ്ഞത്. 2-3 നമ്മുടെ വോയിസ്, നെറേഷൻ അങ്ങനെ പോയിക്കോട്ടെ. യെസ്, റീഡിങ് കോംപ്രഹെൻഷൻ ഈ ഒരു ഫേസിലും ഒരു പാസേജ് ഡേ. പിന്നെ പതിയെ ഇപ്പോൾ ഒരു 25 കഴിയുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ കപ്പാസിറ്റി കുറച്ചും കൂടി കൂടും, നമ്മുടെ എക്സ്പോഷർ കൂടും. ഇപ്പം 1 എന്നുള്ളത് 2 ആക്കാം, 3 ആക്കാം. പിന്നെ പതിയെ എന്ത് ചെയ്യാനാണ്? പ്രീവിയസ് ഇയർ SSCയുടെ ഇംഗ്ലീഷിനെ മെരുക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് PYQ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. യെസ്, ഏറ്റവും അവസാനത്തെ ഫേസ്, അതായത് 36 മുതൽ 50 വരെ മോക്ക് ഫേസ് എന്ന് പറയാം. അതായത് നമ്മൾ പഠിച്ചാൽ മാത്രം പോരണ്ടത്, അത് പ്രാക്ടിക്കാലിറ്റിയിലേക്ക് കൊണ്ടുവരികയും കൂടി ചെയ്യണ്ടേ. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ഫുൾ സെക്ഷൻ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഒരു ഫുൾ ഇംഗ്ലീഷ് സെക്ഷൻ 25 ചോദ്യം വരത്തക്ക രീതിയിൽ അറ്റൻഡ് ചെയ്യുക. പിന്നെ മറ്റ് ദിവസങ്ങളിൽ എന്താണോ ഞാൻ വരുത്തുന്ന തെറ്റുകൾ, ആ തെറ്റുകൾ, അതുപോലെ ഞാൻ വീക്കായിട്ടുള്ള ഗ്രാമർ ടോപ്പിക്സ്, ഇതൊക്കെ റിവൈസ് ചെയ്യുക. അതേപോലെ ഇത്രയും കാലം നമ്മൾ 8 എണ്ണമൊക്കെ വെച്ച് പഠിച്ച ആ വൊക്കാബുലറി ഇല്ലേ, അതും കൃത്യമായിട്ട് ഈ 36 മുതൽ 50 വരെയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട്. പിന്നെ ടഫ് PYQ, ഇപ്പം നമ്മൾ ബിഗിനർ ഒന്നും അല്ല, ഇത്രയും ദിവസത്തെ പരിശീലനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു ഇന്റർമീഡിയറ്റ് അഡ്വാൻസ് ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോഴേക്ക് എന്ത് ചെയ്യണം? ടഫായിട്ടുള്ള PYQ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി ചെയ്യുക കേട്ടോ. ഓക്കെ, യെസ്. ഇനി ഒരു ഇന്റർമീഡിയറ്റ് ലെവലുകാരൻ ഫോളോ ചെയ്യേണ്ട ഒരു 50 ഡേ പ്ലാൻ ആണ്. ആദ്യ 15 ദിവസങ്ങൾ അത് വീക്ക് ഏരിയാസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാവണം. യെസ്, ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ഇന്റർമീഡിയറ്റ് ആണെന്ന് പറയാൻ കാരണം, എനിക്കുള്ളത് കൺഫ്യൂഷൻ ആണല്ലേ. കൺഫ്യൂഷൻ ആവുന്നതിന്റെ കാരണം വീക്ക് ഏരിയാസ് ഒരുപാടുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഗ്രാമർ ടോപ്പിക്സ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരുന്നത് ചിലപ്പോൾ ആക്റ്റീവ് ആൻഡ് പാസീവിലായിരിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റിലായിരിക്കാം. നമുക്ക് നമ്മുടെ കാര്യം നമുക്കാണ് അറിയുന്നത് അല്ലേ. അപ്പം അത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതുപോലെ 20 മുതൽ 25 വരെ മിക്സ്ഡ് ഗ്രാമർ ക്വസ്റ്റ്യൻസ്, നമ്മളൊരു ഇന്റർമീഡിയറ്റ് അല്ലേ. ഇപ്പൊ മിക്സ്ഡ് ഗ്രാമർ ക്വസ്റ്റ്യൻസ്, അപ്പൊ എറർ സ്പോട്ടിംഗ് ഉണ്ടാകാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാകാം, സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകാം. അങ്ങനെ ഒരു 10-25ഓളം ചോദ്യങ്ങൾ. ഇപ്പൊ പിനാക്കളൊക്കെ എടുത്ത ഇഷ്ടം പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും അല്ലെ. അതിനകത്തൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. പണ്ടൊക്കെയാണ് റിസോഴ്സസിന്റെ ക്ഷാമം. ഇന്ന് ഒരു വിരൽ തുമ്പിൽ ഒരുപാട് റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. യെസ്, അതുപോലെ തന്നെ ഡെയിലി വൊക്കാബ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 8ഓളം വാക്കുകളും അതുപോലെ 4ഓളം ഇഡിയംസും പഠിക്കുക. എവിടെ നിന്ന്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന്. വൊക്കാബുലറിയുമായിട്ട് ചോദിക്കപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങളില്ലേ, അത് കൃത്യമായിട്ട് തെരഞ്ഞ് ചുമ്മാ ഒന്ന് മറിച്ചു നോക്കുക. ആ ചോദ്യങ്ങളിലൂടെ ഒക്കെ നിങ്ങളുടെ കണ്ണിങ്ങനെ പായട്ടെ. അത് തരുന്നൊരു പരിചയമുണ്ട്, അത് തരുന്നൊരു അനുഭവമുണ്ട്. അത് നമ്മളെ തീർച്ചയായിട്ടും ആപത്തിൽ നിന്ന് രക്ഷിക്കും കേട്ടോ. യെസ്, അതുപോലെ റീഡിംഗ് കോംപ്രഹെൻഷനും
ഒരു ക്ലോസ് ടെസ്റ്റും നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ചെയ്തിരിക്കണം ഈ 15 ദിവസങ്ങൾ. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ല കേട്ടോ. യെസ്, എങ്കിൽ മാത്രമേ നമ്മുടെ ആ കൺഫ്യൂഷൻ ഒഴിഞ്ഞു പോവുകയുള്ളൂ. 16 മുതൽ 35 വരെയുള്ള ദിവസങ്ങൾ അത് സെക്ഷണൽ ലേണിങ്ങിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ ഇംഗ്ലീഷ് സെക്ഷൻസ് ഫ്രം PYQ ബേസ്ഡ് ആയിട്ടുള്ള ഫുൾ ഇംഗ്ലീഷ് സെക്ഷൻസ് അറ്റൻഡ് ചെയ്യണം. പിന്നെ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 25ഓളം ചോദ്യങ്ങൾ കണ്ടെത്തി സോൾവ് ചെയ്താലും മതി. യെസ്, അതുപോലെ ഇവിടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം ഏറെ കൊടുക്കണം. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്, അല്ലെങ്കിൽ വോയിസ്, നെറേഷൻ, ക്ലോസ് ടെസ്റ്റ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പം ഈ 16 മുതൽ 35 വരെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതിന്റെ ലിസ്റ്റ് ഒക്കെ ബ്ലാക്ക് ബുക്കിലുണ്ട്. യെസ്, അപ്പൊ അത് കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത് പഠിക്കുക. പിന്നെ മിസ്റ്റേക്സ് ട്രാക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വരുത്തുന്ന മിസ്റ്റേക്കുകൾ, ഞാൻ കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്കുകൾ, അതിന്റെ ശ്രദ്ധിക്കേണ്ട മേഖലകൾ ഒരു ബുക്കിൽ എഴുതി വെക്കുക. വൊക്കാബുലറിയുടെ ബുക്ക് വേറെ തന്നെ വേണം, അതോടൊപ്പം തന്നെ ഒരു എറർ ബുക്കും വേണം. പിന്നെ ഇവിടെ റീഡിംഗ് കോംപ്രഹെൻഷൻ എണ്ണം എത്രയാക്കണം? 2 ആക്കണം. അതുപോലെ തന്നെ ക്ലോസ് ടെസ്റ്റിന്റെ കാര്യം ഇവിടെ ഓൾറെഡി പറഞ്ഞുകൊണ്ട് ഇവിടെ പറയാത്തതാണ് കേട്ടോ. യെസ്, അങ്ങനെ എല്ലാ 2 ദിവസവും 2 കോംപ്രഹെൻഷൻ പാസേജ് വീതം വായിച്ചു മനസ്സിലാക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഏറ്റവും നല്ലത് എല്ലാ ദിവസവും പത്രത്തിന്റെ എഡിറ്റോറിയൽ തന്നെ വായിച്ചാൽ മതി കേട്ടോ. യെസ്, 36 മുതൽ 50 വരെ ഫുൾ ലെങ്ത് പ്രാക്ടീസ് ആണ്. പ്രാക്ടീസിന് വേണ്ടി മാത്രം. ഓക്കെ, നമ്മളുടെ കൺഫ്യൂഷൻ ഒക്കെ അകറ്റി ഇനി പ്രാക്ടീസ് ആണ്. ഡെയിലി ഫുൾ ഇംഗ്ലീഷ് സെക്ഷൻ 25 ക്വസ്റ്റ്യൻസ്, ഒരു 12 മിനിറ്റിനുള്ളിൽ തന്നെ അത് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. 12 മിനിറ്റ് എന്നുള്ളത് മാക്സിമം ആണ് ഞാൻ പറയുന്നത്, അതിൽ കുറഞ്ഞു ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. പക്ഷെ ഒരു ഫുൾ ഇംഗ്ലീഷ് സെക്ഷൻ എപ്പോഴും 12 മിനിറ്റിനുള്ളിൽ ചെയ്ത് ശീലിക്കുക. പിന്നെ മിസ്റ്റേക്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം. പിന്നെ 2 ബുക്കുകൾ കീപ്പ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞില്ലേ, വൊക്കാബുലറി ബുക്കും അതുപോലെ എറർ വരുത്തിയ ബുക്കും. അപ്പൊ ഇത് വൊക്കാബുലറി ബുക്ക് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. 36ാമത്തെ ദിവസം അവിടെ നിർത്തിയേക്കരുത്. 37, 38 അങ്ങനെ മുന്നോട്ടേക്ക് പോകണം. ഓക്കെ, യെസ്. അതുപോലെ എറർ ബുക്ക്, തെറ്റുകൾ വരുത്തിയ, മിസ്റ്റേക്സ് വരുത്തിയ ആ ബുക്കുകൾ, അത് രേഖപ്പെടുത്തിയ ബുക്കുകൾ, അത് വീണ്ടും ഒന്ന് മറിച്ചു നോക്കുക. അതേ തെറ്റുകൾ തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ തെറ്റുകൾ ഞാൻ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ മോക്ക്, എല്ലാ വിഷയങ്ങളും അടങ്ങിയ ഫുൾ മോക്ക് എടുക്കണം. അതും ടൈം ബൗണ്ട് ആയിട്ട് ചെയ്തു തീർക്കാൻ വേണ്ടി ശീലിക്കുക. അപ്പൊ അവിടെയാണ് ഫുൾ ലെങ്ത് പ്രാക്ടീസ് ആണ് ഇവിടെ വേണ്ടതെന്ന് മനസ്സിലാക്കാം. ഇനി പ്രോ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഇനി തിരികെ പോയി പഠിക്കേണ്ട ഒരു ആവശ്യകതയില്ല, അതൊരു നീഡല്ല. മറിച്ച് ആ ഉള്ള അറിവിനെ തേച്ചു മിനുക്കുക എന്നാണ് ചെയ്യേണ്ടത്. പ്രിസിഷൻ പോളിഷിംഗ് ആണ്. ആദ്യത്തെ 20 ദിവസങ്ങൾ എന്താണ്? കൃത്യത പോളിഷ് ചെയ്തെടുക്കലാണ് ഏറ്റവും ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അതെന്താണ് ചെയ്യേണ്ടത്? മിക്സ് ഓഫ് PYQ പ്ലസ് ട്രിക്കി ആയിട്ടുള്ള മോക്കുണ്ട്. ഇപ്പം ഈ പണ്ഡിറ്റ് പോലെ അല്ലെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പോലെ വളരെ ട്രിക്കി ആയിട്ട് ടഫായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും കൺഫ്യൂസ്ഡ് ആക്കാൻ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചുള്ള ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ കൃത്യമായിട്ട് തിരഞ്ഞ് കണ്ടുപിടുത്തി ചെയ്യുക എന്നാണ്. അവിടെ ചെറിയ ചെറിയ മോക്ക് ടെസ്റ്റുകൾക്ക് പ്രാധാന്യമില്ല, ടഫായിട്ടുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. യെസ്, അതുപോലെ ട്രിക്കി ഏരിയാസ് ഉണ്ട് ഇംഗ്ലീഷിലെ. ട്രിക്കി ഏരിയാസ് ഇപ്പം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അറിവുള്ള ആൾക്കാരെ വരെ തെറ്റിക്കുന്ന ചില മേഖലകളുണ്ട്. പ്രത്യേകിച്ച് എറർ സ്പോട്ടിങ്, മോഡിഫയേഴ്സ്. ഇപ്പം നമ്മൾ പാർട്ടിസിപ്പിൾസ് ഉപയോഗിക്കില്ലേ? ഇപ്പം പാർട്ടിസിപ്പിൾസും സബ്ജക്റ്റും, പാർട്ടിസിപ്പിൾ കറക്റ്റ് സബ്ജക്റ്റിനെ വിശേഷിപ്പിക്കുന്നതായിരിക്കണം, ഇല്ലെങ്കിൽ അത് തെറ്റായി പോകും. യെസ്, അപ്പൊ പാർട്ടിസിപ്പിൾസ്, അതുപോലെ ഇൻവേർഷൻ ഞാൻ പറഞ്ഞു അല്ലെ. ഇൻവേർഷൻ വെർബ് സബ്ജക്റ്റിന് മുന്നേ വരുന്ന പ്രതിഭാസമാണ്. പ്രത്യേകിച്ച് ഈ നെഗറ്റീവ് വേർഡ്സ് ഒക്കെ വരുന്ന സെന്റൻസിലെ ഇൻവേർഷൻ എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയണം. അതുപോലെ ഹിഡൻ സബ്ജക്ട്സ്, ചിലപ്പോൾ ഈ ദേർ ആർ, ദേർ ഈസ് എന്നൊക്കെ തുടങ്ങുന്ന സെന്റൻസ് ഇല്ലേ, എക്സ്പ്ലീറ്റീവ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സെന്റൻസ്. അപ്പൊ അതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹിഡൻ ആയിരിക്കും, അല്ല ഡബ്ബി സബ്ജക്റ്റുകൾ ഉപയോഗിക്കുന്ന സെന്റൻസുകൾ ഉണ്ടാകാം. അപ്പൊ അത്തരത്തിലുള്ള ട്രിക്കി ആയിട്ടുള്ള മേഖലകൾ. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നെറേഷനും വോയിസും, കേവലം സ്റ്റേറ്റ്മെന്റ്സ് മാത്രം
പാസീവ് വോയിസിലേക്ക് മാറ്റുന്നതല്ല, ചോദ്യങ്ങളെയൊക്കെ മാറ്റുന്ന, അല്ലെങ്കിൽ ചോദ്യങ്ങളെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്ന, അല്ലെങ്കിൽ ഇമ്പരറ്റീവ് അല്ലെങ്കിൽ എക്സ്ക്ലമേറ്ററി സെന്റൻസസിനെയൊക്കെ പാസീവിലേക്കും റിപ്പോർട്ടഡിലേക്കൊക്കെ മാറ്റാൻ നമ്മൾ അവിടെ പഠിച്ചിരിക്കണം. യെസ്. അതുപോലെ ഇഡിയംസും കോണ്ടെക്സ്റ്റുവൽ വൊക്കാബ് ഇൻ ക്ലോസ് ടെസ്റ്റ്. ക്ലോസ് ടെസ്റ്റ് പരമാവധി ചെയ്യുക. ഇവിടെ നമ്മൾ ആ 3 റീഡിംഗ് കോംപ്രഹെൻഷൻസ് എങ്കിലും കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. യെസ്. പിന്നെ നമ്മൾ ഇന്റർമീഡിയറ്റ് ലെവലിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും എന്ത് വേണം? മിസ്റ്റേക്ക് ബുക്ക് വേണം. ഞാൻ പ്രോ ആണെന്ന് വിചാരിച്ച് ഞാൻ മിസ്റ്റേക്ക് വരുത്തില്ല എന്നാരും കരുതണ്ട, തീർച്ചയായിട്ടും വരുത്തും. ഇപ്പൊ ഈ ട്രിക്കി മോക്സിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തുന്ന മേഖലകൾ അത് വ്യക്തമാകും. നോട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. യെസ്. രണ്ടാമതൊരു ഫേസ് അത് മോക്ക് ഡ്രിവൺ റിവിഷൻ ആണ്. റിവിഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ ആ റിവിഷൻ നടത്തുന്നത് പ്രധാനമായിട്ടും മോക്കിലൂടെ ആയിരിക്കണം എന്ന് മാത്രം. കാരണം നമുക്കത് പ്രത്യേകിച്ച് പുറത്തുപോയി പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി പ്രോ ലെവലിലാണ്. യെസ്. ഫുൾ ഇംഗ്ലീഷ് സെക്ഷൻ ഡെയിലി. യെസ്. 18-20 മിനിറ്റ് എന്നല്ല, ക്വസ്റ്റ്യൻസ് എന്നാണ് കേട്ടോ, ക്വസ്റ്റ്യൻസ് ആണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു 18-20 ക്വസ്റ്റ്യൻസ് വരുന്ന ഫുൾ ഇംഗ്ലീഷ് ഡെയിലി എന്തെടുക്കുക? സെക്ഷണൽ മോക്ക് എടുക്കുക. അതുപോലെ തെറ്റ് വരുത്തുന്നത് എപ്പോഴും അനലൈസ് ചെയ്യുക. വീക്കിലി എന്ത് ചെയ്യണം? ഇപ്പം ഒരാഴ്ച മുഴുവൻ വൊക്കാബുലറി പഠിച്ച്, ഞാൻ പറയുന്നത് ഈ വൊക്കാബുലറിയുടെ ബുക്കും മിസ്റ്റേക്കിന്റെ ബുക്കും ഒക്കെ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പം ഓരോ ആഴ്ചയും പഠിച്ച ആ ഒരു വൊക്കാബുലറി, പുതിയതായിട്ട് പഠിച്ച, എനിക്ക് ഉള്ള അറിവിൽ നിന്ന് വ്യത്യാസമായിട്ട് ഞാൻ എക്സ്ട്രാ പഠിച്ച കാര്യങ്ങൾ ഒരു ശനിയാഴ്ച ദിവസമോ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസമോ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം. അതുപോലെ റീഡിംഗ് കോംപ്രഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ്, പാരാജമ്പിൾസ്, ഇത് റൊട്ടേറ്റ് ചെയ്ത് പഠിക്കുക. റൊട്ടേറ്റ് ചെയ്ത് ഓരോന്നിങ്ങനെ വരട്ടെ. ക്ലോസ് ടെസ്റ്റ്, പിന്നെ റീഡിങ്, അങ്ങനെ അങ്ങനെ പോയി വരട്ടെ. ഓക്കെ. യെസ്. അടുത്ത ഏറ്റവും അവസാനത്തെ ഫേസ് എക്സാം സിമുലേഷനാണ്. ആക്ച്വൽ എക്സാമിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുക. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫുൾ SSC മോക്ക് ടെസ്റ്റ് ടൈം ബൗണ്ട് ആയിട്ട് എടുക്കണേ. ടൈം ബൗണ്ട് ആയിട്ട് ഫുൾ SSC മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. യെസ്. അതെങ്ങനെ എടുക്കേണ്ടത്? എല്ലാ 2 ദിവസം കൂടുമ്പോഴും ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് എന്ന രീതിയിൽ എടുക്കുക. ഇനിയിപ്പോൾ എല്ലാ ദിവസവും എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. യെസ്. ടൈമർ കൃത്യമായിട്ട് എടുക്കണേ. നമുക്ക് ആരും നമുക്ക് എന്ത് തരില്ല? സമയം തരില്ല. ഇപ്പം എല്ലാവർക്കും ചോദ്യം, ഇപ്പം റീസണിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഇച്ചിരി സമയം കൊടുത്താൽ എല്ലാവരും ചെയ്യും. പക്ഷെ നമുക്കില്ലാത്തത് എന്താണ്? സമയം തന്നെയാണ്. അപ്പം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുക. യെസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 8 മുതൽ 10 ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 മുതൽ 12 മിനിറ്റിനുള്ളിൽ തന്നെ ഇംഗ്ലീഷ് സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? പൂർത്തിയാക്കിയിരിക്കണം. അത് അച്ചട്ടാണ്. യെസ്. എല്ലാ മോക്ക് ടെസ്റ്റിനു ശേഷം എന്ത് ചെയ്യണം? നമ്മൾ ഏത് മോക്ക് ടെസ്റ്റ് ആണോ എടുത്തത് ആ ഒരു സെക്ഷൻ ഡീപ്പായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. ഏത് ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നത്? വൊക്കാബുലറിയിൽ നിന്നാണോ, ഗ്രാമർ പാർട്ടിൽ നിന്നാണോ, ക്ലോസ് ടെസ്റ്റ് എനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റി? യെസ്. ഇനി വന്നിരിക്കുന്ന എറേഴ്സ്, ഇവിടെയും തെറ്റുകൾ വരാം, സ്വാഭാവികമായിട്ടും തെറ്റുകൾ വരും. ഈ വന്നിരിക്കുന്ന തെറ്റുകളെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യുക. ഗ്രാമർ റൂൾ പ്രകാരം എത്രത്തോളം തെറ്റി, വൊക്കാബിന്റെ കൺഫ്യൂഷനിലൂടെ എനിക്ക് എത്രത്തോളം മാർക്ക് പോയി, ടൈം പ്രഷർ കാരണം ഞാൻ എന്തൊക്കെ സ്കിപ്പ് ചെയ്തു, അതുപോലെ കെയർലെസ്നെസ് കാരണം എനിക്ക് ഒരുപക്ഷെ ശരിയാക്കാൻ സാധിക്കുമായിരുന്നിട്ടും ശ്രദ്ധക്കുറവ് മൂലം മാത്രം ഞാൻ വരുത്തിയ മിസ്റ്റേക്കുകൾ എത്രയാണ്. അപ്പം ഈ ഒരു ചാർട്ട് കൃത്യമായിട്ടുണ്ടെങ്കിൽ ഏത് മേഖലയിലാണ് ഇംപ്രൂവ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടുള്ളൊരു പിക്ചർ നമ്മളെ സംബന്ധിച്ചുണ്ടാവും. ഓക്കെ. യെസ്. അപ്പം ഇവിടെ വേണ്ടത് എക്സാം സിമുലേഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പം ഞാൻ വളരെ കൃത്യമായി ഒരു ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ബിഗിനർ ആയിട്ട് അല്ലെങ്കിൽ പ്രോ ആയിട്ടുള്ള ആൾക്കാർ ഫോളോ ചെയ്യേണ്ട ഒരു 50-day പ്ലാൻ വളരെ ബ്രീഫായിട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇപ്പം പ്ലാൻ രൂപീകരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളെ അറിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. ഇപ്പം നിങ്ങളുടെ നീഡ്സ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഡ്രോബാക്സും പോസിറ്റീവ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്നും വിവരങ്ങളും അല്ലെങ്കിൽ ഇൻഫർമേഷനൊക്കെ ഉൾക്കൊണ്ട് കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാന് രൂപീകരിക്കുക. യെസ്. അപ്പോൾ കൃത്യമായിട്ട് മുന്നോട്ട് പോവുക. ഹാപ്പി ലേണിംഗ്. നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ.